ഇതാണ് കബീർ. കബീർ സിംഗ്. കബീർ സിംഗ് ഒരു ഇന്ത്യക്കാരനാണ്. അവൻ ഉപരിപഠനത്തിനു വേണ്ടി യുഎസിലേക്ക് എത്തിയതാണ്. ഈയിടെയായിട്ട് കബീർ സിംഗ് കുറച്ച് വിഷമത്തിലാ. കാരണം കയ്യിൽ പണം കുറവായിരുന്നു. ഏയ് കബീറെ, നിനക്ക് ഞാനൊരു പുതിയ ജോലി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു ബർഗർ കടയിലാണെന്നേ. നീ ഇന്ന് തന്നെ പൊക്കോ, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ ജോലി തട്ടിയെടുക്കും. ഇല്ലില്ല, നീ പേടിക്കണ്ട, ഇന്ന് തന്നെ ഞാൻ പൊക്കോളാം. കബീർ ബർഗർ ഷോപ്പിൽ ഇന്റർവ്യൂവിന് പോയി. അവിടെ അവന് ആ ജോലി ലഭിച്ചു. അന്നു മുതൽ തന്നെ അവൻ അവിടെ ജോലി ചെയ്യാനും തുടങ്ങി. സത്യത്തിൽ അവന് ബർഗർ ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. പക്ഷെ അത് അത്ര ബുദ്ധിമുട്ടുള്ളതായിരുന്നില്ല. അവൻ ബർഗർ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് പഠിച്ചു. യുവർ ഓർഡർ മാം. താങ്ക് യു. കബീർ സിംഗ് സന്തുഷ്ടനായിരുന്നു. കാരണം അവന് നല്ല വരുമാനം ലഭിക്കുന്നുണ്ടായിരുന്നു, കൂടാതെ ഭക്ഷണവും. കുറച്ചു നാളുകൾ കബീർ സിംഗിന് വളരെ നല്ലതായി കടന്നുപോയി. പക്ഷെ പെട്ടെന്ന് അത് അവന് മുഷിച്ചിലുണ്ടാക്കി. അവന് മസാലയില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമേ അല്ലായിരുന്നു. എടോ, നിങ്ങൾ ഈ മസാല ഇല്ലാത്ത ഭക്ഷണം എങ്ങനെയാ കഴിക്കുന്നേ? വൈ ഡോണ്ട് യു ലൈക്ക് ദിസ്? എനിക്കിത് കഴിച്ച് ബോറടിക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞ. അടുത്ത ദിവസം കബീർ ബർഗർ ഷോപ്പിലേക്ക് വരുന്ന വഴിക്ക് അവന്റെ നോട്ടം കടയിലിരിക്കുന്ന മാഗി പാക്കറ്റിലുടക്കി. ഇന്ന് ബർഗറിന് പകരം മാഗി കഴിക്കാം. ഒന്നുമില്ലെങ്കിൽ ടേസ്റ്റി ആയിരിക്കുമല്ലോ. കബീർ ആ കടയിൽ നിന്നും ഒരു പാക്കറ്റ് മാഗി വാങ്ങി. അവൻ എല്ലാ ദിവസത്തെയും പോലെ ബർഗർ ഷോപ്പിൽ ജോലി തുടങ്ങി. രാത്രിയിൽ ബർഗർ ഷോപ്പ് അടച്ചപ്പോൾ എല്ലാ ജോലിക്കാരും അവരവർക്കുള്ള ബർഗറുകൾ ഉണ്ടാക്കുവാൻ തുടങ്ങി. എന്നാൽ കബീർ തനിക്ക് വേണ്ടി മാഗിയാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് അവൻ അത് ആസ്വദിച്ച് കഴിച്ചു. അന്നു മുതൽ കബീർ ചില ദിവസം ബർഗറും ചിലപ്പോഴൊക്കെ മാഗിയും കഴിക്കാൻ തുടങ്ങി. അവൻ ഹാപ്പി ആയിരുന്നു. ഒരു ദിവസം ബർഗർ ഷോപ്പിൽ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. കബീറിന് ഒരു ജോലിയുമില്ലായിരുന്നു. എന്തെങ്കിലും പുതിയതായിട്ടുണ്ടാക്കുന്നത് അവൻ ആലോചിച്ചു. അവൻ ബാഗിൽ നിന്നും മാഗി നൂഡിൽസ് എടുത്ത് പുറത്തേക്ക് വെച്ചു. ടുഡേ അഗൈൻ മാഗി? വാട്ട് ഈസ് ഹാപ്പൻ ടു യു കബീർ? അല്ല, ഇന്ന് പുതിയൊരു കാര്യം ചെയ്യാൻ പോവാ. കബീർ ബർഗറിൽ നിന്നും ബൺ എടുത്തു. എന്നിട്ട് മാഗി ഉണ്ടാക്കി. പിന്നീട് മാഗി എടുത്ത് പാറ്റീസ് ഉണ്ടാക്കുന്ന മെഷീനിലേക്ക് ഇട്ടുകൊടുത്തു. അങ്ങനെ മാഗി കൊണ്ടൊരു പാറ്റീസ് ഉണ്ടാക്കി. ഇത് കൊള്ളാലോ. ഇത് നല്ല വട്ടത്തിലായല്ലോ. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. കബീറിന് സന്തോഷമായി. അവൻ മാഗിയുടെ ഒരു പാറ്റി കൂടി ഉണ്ടാക്കി. വൗ, ദിസ് ഡിഷ് ലുക്സ് ഡിലീഷ്യസ്. ഈവൻ ഐ വാണ്ട് വൺ. കബീറും ആ വിദേശിയും ചേർന്ന് മാഗിയുടെ ബർഗർ ഉണ്ടാക്കി. എന്നിട്ടത് കഴിക്കാനും തുടങ്ങി. രണ്ടുപേർക്കും ആ ബർഗർ വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. കബീർ, ദിസ് ഡിഷ് വാസ് awesome. I want one more. കബീർ വീണ്ടും വീണ്ടും ഓരോ ബർഗർ വീതം ഉണ്ടാക്കി. രണ്ടുപേരും രുചിയോടെ അത് വീണ്ടും കഴിച്ചു. അന്നവൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം അവൻ പുതുതായി ഒരു കാര്യം ചെയ്തു. കുറച്ചു നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം ബർഗർ ഷോപ്പിന്റെ മുതലാളി കബീറിന്റെ അരികിലെത്തി. അയാൾ മാഗി ബർഗറിനെ പറ്റി നല്ലത് കേട്ടറിഞ്ഞിരുന്നു. അദ്ദേഹത്തിനും ആ ബർഗർ കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. കബീർ അദ്ദേഹത്തിന് വേണ്ടിയും മാഗി ബർഗർ ഉണ്ടാക്കി. This is good. Add this to the menu. I'll give you 10% commission. Well done, boy. ഇത് കേട്ട് കബീറിന് വലിയ സന്തോഷമായി. അവന്റെ മാഗി ബർഗർ അവിടുത്തെ മെനുവിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, അതിന്റെ പേരിൽ 10% കമ്മീഷനും കിട്ടാൻ പോകുന്നു. ഇനി എന്റെ പഠനം എളുപ്പമായി നടക്കുമായിരിക്കും. പിന്നെ കാശിന്റെ കാര്യം ആലോചിച്ച് വിഷമിക്കാൻ വേണ്ടി വരില്ലല്ലോ. കുറച്ച് മാസങ്ങൾ കൂടി അവൻ ആ ബർഗർ ഷോപ്പിൽ ജോലി ചെയ്തു. അവന് സാലറിയോടൊപ്പം കമ്മീഷനും കൂടെ കിട്ടാൻ തുടങ്ങി. അതിനുശേഷം കബീറിന്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. അവന്റെ പഠനം അവസാനിച്ചു. കബീർ നാട്ടിലേക്ക് തിരിച്ചെത്തി. അവിടെ അവന് വലിയൊരു ഹോട്ടലിൽ മാനേജറായിട്ട് ജോലിയും കിട്ടി. കുറച്ച് വർഷങ്ങൾ കൂടി സന്തോഷത്തോടെ കടന്നുപോയി. പക്ഷെ അവന് സ്വന്തമായി ബിസിനസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒരു ദിവസം കബീർ എന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത്, എന്താ മോനെ, നീ എന്താലോചിച്ചാ വിഷമിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ, എന്റെ ജോലി നല്ലത് തന്നെയാ. പക്ഷെ എനിക്കൊരു സന്തോഷമില്ല. ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്താലോ? അതിന് നീ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ എങ്ങനെയാ? സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങ്. അത് ശരി തന്നെ, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഇത്രയും നല്ല ജോലിയാണ്, പിന്നെ ശമ്പളവും നല്ലത് തന്നെ. നോക്ക് മോനെ,
നമ്മുടെ മനസ്സിഷ്ടപ്പെടുന്ന ജോലിയാ ഓരോ മനുഷ്യനും ചെയ്യേണ്ടത്. അത് ശരിയാണച്ചാ. എന്റെ മനസ്സിനിഷ്ടം മാഗി ബർഗർ ഉണ്ടാക്കുന്നതിലായിരുന്നു. എന്നാ പിന്നെ മോനെ എന്താലോചിക്കാൻ, മാഗി ബർഗർ ഉണ്ടാക്കാൻ തുടങ്ങിക്കോളൂന്നേ. ഓഹ്, അതൊക്കെ ശരി തന്നെ. പക്ഷെ വരുമാനമില്ലെങ്കിലോ? ഓ മോനെ, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാ എന്റെ പ്രായം കഴിയുമ്പോ നേരത്തെ എന്തുകൊണ്ട് തുടങ്ങില്ല എന്ന് ആലോചിച്ച് നീ വിഷമിക്കും. നിന്റെ കയ്യിൽ ഇപ്പോഴും സമയമുണ്ട്. ജോലിയൊക്കെ വീണ്ടും വേണമെങ്കിൽ കിട്ടുമല്ലോ. ആ ശരി അച്ഛാ. കബീറിന്റെ അച്ഛൻ അവന് നല്ല പ്രോത്സാഹനം കൊടുത്തു. എന്നിട്ടും അവന് സംശയമായിരുന്നു. അവനിപ്പോ നല്ലൊരു വലിയ ഹോട്ടലിന്റെ മാനേജറാണ്. അതുപോലെ നല്ല ശമ്പളവും ഉണ്ട്. അതൊക്കെ കളഞ്ഞിട്ട് എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങിയിട്ട് വരും. എങ്കിലും അവൻ ടൗണിലെ തിരക്കേറിയ ഒരു ജംഗ്ഷനിൽ ഒരു കട റെന്റിനെടുത്തു. അവിടെ തന്റെ മാഗി ബർഗറിന്റെ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ഇതെന്ത് ബർഗറാണ്? ആ ഇത് ആക്ച്വലി മാഗിയുടെ ബർഗറാ. ശരിക്കും നല്ല ടേസ്റ്റാ. ഒന്ന് കഴിച്ചു നോക്കുന്നോ? ശരി ചേട്ടാ, നോക്കട്ടെ. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ പ്രത്യേകിച്ചൊരു ലാഭവുമില്ലാതെ കടന്നുപോയി. പതിയെ പതിയെ അവന്റെ കച്ചവടം പൊടി പൊടിച്ചു. കോളേജിൽ നിന്നും കുട്ടികൾ മാഗി ബർഗർ കഴിക്കുവാനായി ദൂരെ നിന്ന് പോലും വരാൻ തുടങ്ങി. കബീർ സ്റ്റാഫിനെ കൂടുതലായി വെച്ചു. മാഗി ബർഗറിൽ വെറൈറ്റികളും കൊണ്ടുവന്നു. ചീസ് മാഗി ബർഗർ, ഷെസ്വാൻ മാഗി ബർഗർ, അങ്ങനെ. അതോടെ കബീറിന്റെ ബർഗർ ഷോപ്പ് യങ്സ്റ്റേഴ്സിന്റെ പ്രിയപ്പെട്ട ഫുഡ് കോർട്ടായി മാറി. 6 മാസത്തിനുള്ളിൽ കബീർ മറ്റൊരു ബ്രാഞ്ച് തുടങ്ങി. 1 വർഷത്തിനുള്ളിൽ 3 പുതിയ ബ്രാഞ്ചുകളും. കബീറിന്റെ മാഗി ബർഗറിന് അതിശയകരമായ കച്ചവടമായിരുന്നു. അവന്റെ വീട്ടുകാരെ എല്ലാവരെയും ഈ കച്ചവടത്തിൽ അവൻ പങ്കാളികളാക്കി. അവന്റെ സഹോദരങ്ങളും കസിൻസുമെല്ലാം ഒരേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്തു, അതും ബർഗർ സിംഗിൽ. 6 വർഷത്തിനുള്ളിൽ കബീറിന്റെ ബർഗർ സിംഗ് ഒരു വലിയ ഫുഡ് ചെയിനായി മാറി. ഇന്ത്യയിലെ 30 നഗരങ്ങളിൽ അവർ ബ്രാഞ്ചുകൾ തുറന്നു. ഒരു ദിവസം കബീറും അവന്റെ അച്ഛനും അവരുടെ ഏറ്റവും പുതിയ ഓഫീസ് ബിൽഡിംഗിൽ ഇരിക്കുകയായിരുന്നു. മോനെ, ഓർമ്മയുണ്ടോ ആ രാത്രി നീ ആകെ വിഷമിച്ചു നിന്ന സമയം? ആ അച്ഛാ, അതെങ്ങനെ മറക്കാനാ. അന്ന് അച്ഛൻ എന്നെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ബർഗർ സിംഗ് ഉണ്ടാവില്ലായിരുന്നു. ധരംപൂർ എന്ന പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ കിഷൻ തന്റെ ഭാര്യ പിന്നെ കുട്ടികളോടൊപ്പം ജീവിച്ചു വന്നു. അദ്ദേഹം തന്റെ കുടുംബം നല്ല രീതിയിൽ നടത്തി വന്നു. ആ ഗ്രാമം ഹൈവേയുടെ വളരെ അടുത്തായതുകൊണ്ട് അവിടെ വ്യാപാരം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നു. പറയണമെങ്കിൽ കിഷൻ ഒരു പാവപ്പെട്ട കൃഷിക്കാരനാണ്. അദ്ദേഹം നഗരത്തിൽ ചെന്ന് ഒരു കട തുറക്കണമെന്നത് അദ്ദേഹത്തിന്റെ സ്വപ്നമാണ്. ഒരുപക്ഷെ എന്റെ അമ്മയുടെ വാക്ക് ഞാൻ കേട്ടിരുന്നെങ്കിൽ ഇത്രത്തോളം ഞാൻ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. എന്റെ ഭാവി ഞാൻ നിങ്ങളോടൊപ്പം കഴിയില്ലായിരുന്നു. നീ എപ്പോ നോക്കിയാൽ എന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്കാണ്. നിനക്കെന്താ നിന്റെ അമ്മേന്റെ വീട്ടിലേക്ക് പോയാല്? ഇവിടെ നിനക്ക് കഴിക്കാൻ 2 നേരം റൊട്ടിയെങ്കിലും കിട്ടുന്നുണ്ട്. അവിടെ പോയാൽ നിനക്ക് എന്ത് കിട്ടും? നോക്കൂ, എന്നെ കുറിച്ച് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറയൂ, പക്ഷെ എന്റെ അമ്മയെ കുറിച്ച് നിങ്ങൾ ഒന്നും തന്നെ പറയാൻ പാടില്ല. അങ്ങനെയാണോ? എന്നാ ശരി. പക്ഷെ നീ എന്തിനാ ഇത്ര ദേഷ്യത്തോടെ ഉള്ളത്? കുട്ടികൾ എത്ര ദിവസമായി പിസയും ബർഗറും ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ അവർ വീട്ടിൽ കഴിക്കില്ലെന്ന് വളരെ നിർബന്ധം കാണിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്കെന്നെ നന്നായിട്ട് അറിയാം. ഈ പ്രാവശ്യം മഴ നന്നായിട്ട് പെയ്തതുകൊണ്ട് നമുക്ക് കുറെ നഷ്ടം ഏർപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ലാതെ നമുക്ക് കുറെ പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. നമ്മൾ കൊണ്ട് മര്യാദയ്ക്ക് കൃഷി പോലും ചെയ്യാൻ പറ്റിയില്ല. ഇത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ കുട്ടികളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാനാ? കിഷൻ തന്റെ 2 കുട്ടികളെയും സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നു. കുട്ടികൾ വീട്ടിലേക്ക് വന്നത് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അച്ഛാ, എന്റെ പിസ എവിടെ അച്ഛാ? ഇവിടെ പിസയുമില്ല, ബർഗറുമില്ല. ഇവിടെ ഒന്നും കണ്ണിന് കാണുന്നില്ല. അതെ അച്ഛാ, എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ അവരുടെ ടിഫിൻ ബോക്സിൽ പിസയും ബർഗറും കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ വെണ്ടയ്ക്കയും ചുണ്ടയ്ക്കയും കഴിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് വളരെ അപമാനമായിരിക്കുന്നു, അറിയാമോ? നിങ്ങൾ 2 പേരും വിഷമിക്കണ്ട. നമ്മുടെ നേരം മാറാൻ പോവുകയാണ്. ഇന്നും കുറച്ച് ദിവസം കാത്തിരുന്നാ മതി. കിഷനും കുട്ടികളും സംസാരിക്കുന്നത് കണ്ടിട്ട് സായയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അപ്പോൾ സായ കിഷനോട് പറഞ്ഞു,
ഞാൻ കുറച്ച് ദിവസത്തേക്ക് എന്റെ കുട്ടികളെ വിളിച്ചുകൊണ്ട് എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാ. നിങ്ങളെ കൊണ്ട് വാങ്ങിച്ചു നൽകാൻ സാധിക്കാത്തതെല്ലാം തീർച്ചയായും എന്റെ ഏട്ടൻ വാങ്ങിച്ചു തരും. ഇങ്ങനെ പറഞ്ഞിട്ട് സായ തന്റെ കുട്ടികളെ വിളിച്ചുകൊണ്ട് തന്റെ അമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. പിന്നെ കിഷൻ ആ വീട്ടിൽ തനിയാളായി മാറി. എന്റെ ഭാര്യയും എന്റെ കുട്ടികളും എന്നെ വിട്ടു പോയി. എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെ ഇനി കാണാനുണ്ട്. ഞാനാണ് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. കിഷൻ കരയുന്നത് കണ്ടിട്ട് ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു വലിയ ജമീന്ദാർ അവിടെ രാം ചരൺ സിംഗ് വന്നു. പിന്നെ കിഷനോട് ചോദിക്കാൻ തുടങ്ങി. കിഷൻ, എന്താണ് കാര്യം? എന്തെങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നിനക്ക് അങ്ങനെ എന്ത് കഷ്ടാണ് വന്നിരിക്കുന്നത്? ആ ജമീന്ദർ മുതലാളി, വരൂ. ഞാൻ എന്തെന്ന് പറയാനാ? മഴ വന്നത് കൊണ്ട് കൃഷിയും നശിച്ചു പോയി. ഭാര്യ അവളുടെ കുട്ടികളെ വിളിച്ചിട്ട് അവളുടെ അമ്മേന്റെ വീട്ടിലേക്ക് പോയി. ഇപ്പൊ എന്റെ അടുത്ത് കുടുംബം എന്ന് പറയാൻ എന്റെ അടുത്ത് ഒന്നുമില്ലല്ലോ. ഇപ്പൊ കുടുംബവും ഇല്ല, എന്റെ തലവരെയും ഇല്ല. ഞാൻ നിന്റെ അടുത്ത് എന്തിനെ പറ്റി സംസാരിക്കാൻ വന്നോ? കാര്യങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ ഉള്ളത്. നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി കുറച്ചുപോലും ശരിയായിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് വളരെ ശരി തന്നെയാണ്. ഞാൻ നഗരത്തിലേക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു ജോലി തേടണം. പക്ഷെ എന്റെ അടുത്ത് ₹1 പോലും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്, നീ എൻ്റെ അടുത്ത് കുറച്ച് കാശ് വാങ്ങിച്ചോ. ഞാൻ നിനക്ക് മുഴുവനായിട്ട് ₹2000 തരാം. ആ കാശ് എടുത്തിട്ട് നീ നഗരത്തിലേക്ക് പോവും. നിന്റെ അടുത്ത് എപ്പോൾ നിനക്ക് കാശ് തിരിച്ച് കിട്ടുന്നുണ്ടോ അപ്പം നീ എനിക്ക് തന്നാൽ മതി. പിന്നെ വേറെന്താ? നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. ആരും എനിക്ക് ഇങ്ങനത്തെ സഹായം ചെയ്തിട്ടില്ല. ഞാൻ തയ്യാറായിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ പണം പലിശയോടെ ചേർത്ത് തന്നേക്കാം. കിഷൻ ജമീന്ദാരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി അതിനുശേഷം നഗരത്തിലേക്ക് പോയി. അങ്ങനെ നഗരത്തിൽ തെരുവുകൾ തോറും അലഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന് ഒരു മാവ് മെഷീനിൽ ജോലി കിട്ടി. കിഷൻ, ഞാൻ നിനക്ക് മാസത്തിന് ₹8000 കാശ് തരാം. നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ മാവ് മില്ലിൽ നീ ജോലി ചെയ്തേക്കണം. ആരും നിന്റെ പേരിൽ കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എങ്ങനെ പറയുന്നു, ഞാൻ അതുപോലെ തന്നെ ചെയ്യാം. ആരും എന്നെ പറ്റി കുറവ് പറയുന്ന പോലെ ഞാൻ ചെയ്യില്ല. കിഷൻ കുറച്ചു ദിവസം ആ മാവ് മില്ലിൽ ജോലി ചെയ്യുകയായിരുന്നു. ഒരു ദിവസം കണക്ക് നോക്കുന്ന തർക്കത്തിനിടയിൽ അദ്ദേഹത്തിനും ആ മാവ് മില്ല് മുതലാളിക്കും ഇടയിൽ തർക്കമുണ്ടായി. ഞാൻ നിന്നെ എത്ര നേർമയായിട്ടുള്ളതെന്ന് വിചാരിച്ചു. പക്ഷെ നീ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയ പോലും ഇല്ല. എന്റെ കട വിട്ട് പുറത്തേക്ക് പോ. വീണ്ടും നീ ഈ മാർക്കറ്റ് പ്രദേശത്തിൽ വരാനേ പാടില്ല. ഇവിടെ ഉള്ളവരാരും നിനക്ക് ഒരു ജോലിയും തരാൻ പോകുന്നില്ല. ഞാൻ നിങ്ങളുടെ കടയിൽ ഒരു മോഷണം ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം എൻ്റെ അടുത്ത് പറയുന്നത്? പിന്നെ എനിക്കും നിങ്ങളടുത്ത് ഒരു ജോലിയും ചെയ്യാനുള്ള ഒരു ആവശ്യമില്ല. എന്റെ 2 മാസത്തിന്റെ ശമ്പളം മാത്രം എൻ്റെ അടുത്ത് തന്നാൽ മതി. കിഷൻ തന്റെ മുതലാളിയിൽ നിന്നും കാശ് വാങ്ങിയിട്ട് എതിരിലുണ്ടായിരുന്ന പിസ്സ കടയിൽ ചെന്നിരുന്നു. എന്നിട്ട് അവിടെ നോക്കി. വരൂ വരൂ, ചൂടുള്ള പിസ്സ കഴിച്ചോളൂ. ചേട്ടാ, ഞാൻ തന്നെ ഒറ്റയ്ക്ക് എങ്ങനെ ജോലി ചെയ്യാനാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരെങ്കിലും എന്റെ കൂടെ ജോലിക്ക് ചേർന്നാൽ അവർക്ക് എന്റെ പാതി പങ്ക് തരാൻ പറ്റും. ലച്ചി പറഞ്ഞത് കേട്ടിട്ട് കിഷൻ അദ്ദേഹത്തിന് അടുത്തേക്ക് ചെന്നു. എന്നിട്ട് എന്തു പറഞ്ഞെന്നാൽ, ഇവിടെ നോക്കൂ ചേട്ടാ, ഞാൻ നിങ്ങളുടെ കടയിൽ ജോലി ചെയ്യാൻ പറ്റാവോ? എനിക്കും പിസ്സ ചെയ്യാനൊന്ന് പഠിപ്പിച്ചു തരുമോ? ഞാൻ ജനങ്ങളുടെ എച്ചിൽ തട്ടും കഴുകാനും തയ്യാറാണ്. ഇതിന് ജോലി ആവശ്യമെന്ന് തോന്നുന്നത്. മറ്റുള്ളവരുടെ ആവശ്യം നമുക്ക് എന്തായാലും ഉപയോഗിച്ചല്ലേ പറ്റുള്ളൂ. ആ തീർച്ചയായും, നിങ്ങൾ ധാരാളമായിട്ട് എന്റെ കടയിൽ ജോലി ചെയ്യാം. പക്ഷേ ഒരേ ഒരു കണ്ടീഷനാണ്. ഞാൻ നിങ്ങൾക്ക് ₹2000 ശമ്പളം തരാൻ പറ്റുള്ളൂ. പക്ഷെ ദിവസം മുഴുവനും ജോലി ചെയ്യണം. എനിക്ക് ഈ കണ്ടീഷൻ ഓക്കെയാണ്. ഞാൻ തീർച്ചയായിട്ടും ജോലി ചെയ്തോളാം. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം കിഷൻ ആ കടയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. പതുക്കെ പതുക്കെ മാസം 1 കടന്നുപോയി. കിഷൻ ഇപ്പോൾ പിസ്സ എങ്ങനെ ചെയ്യണമെന്ന് നന്നായിട്ട് മനസ്സിലാക്കി. കുറച്ച് കാശുണ്ടാക്കിയിട്ട് കിഷൻ തന്റെ ഭാര്യയെയും കുട്ടികളെയും കാണാനായി തന്റെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹം അവിടെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കുട്ടികൾ ചെരുപ്പ് തയ്ക്കുകയും പിന്നെ ഷൂ പോളിഷ് ചെയ്യുന്ന ജോലിയും ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ സായ മറ്റുള്ളവരുടെ വീട്ടിൽ വീട്ടുജോലി ചെയ്യുകയായിരുന്നു. വരൂ സർ, ഷൂ പോളിഷ് ചെയ്തിട്ട് പോകൂ. വെറും 10 രൂപയേ ഉള്ളൂ. ഒരുപാടൊന്നും ഇല്ല, 10 രൂപയേ ഉള്ളൂ. വരൂ വരൂ. അവരുടെ കുട്ടികളുടെ ഈ അവസ്ഥ കണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം അവരുടെ അടുത്ത് ചെന്ന് എന്തു പറഞ്ഞെന്നാൽ, കുട്ടികളെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? പിന്നെ നിങ്ങളുടെ അമ്മ എവിടെയാ പോയത്? തന്റെ അച്ഛനെ കണ്ടതും തന്നെ 2 കുട്ടികളും അദ്ദേഹത്തെ ചെന്ന് കെട്ടിപ്പിടിച്ചു.
എന്നിട്ട് അദ്ദേഹത്തെ നോക്കി കരയാൻ തുടങ്ങി. കിഷനെ കണ്ടിട്ട് സായിയും ഒരുപാട് സന്തോഷിച്ചു. പിന്നെ കിഷനോട് എന്തു പറഞ്ഞെന്നാൽ, ദയവായി എനിക്ക് മാപ്പ് തരൂ. ഞാൻ ചെയ്ത ചെറിയ തെറ്റു കാരണം എന്റെ അവസ്ഥ ആകെ മോശമായി മാറി. ഇവിടെ എന്റെ ചേട്ടനും ചേട്ടത്തി എന്നോട് പെരുമാറുന്നത് എനിക്ക് സഹിക്കാനാവുന്നില്ല. വരൂ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. വരൂ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഇല്ല, ഞാനിപ്പോഴും എങ്ങോട്ടും വരുന്നില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ എന്റെ ചേട്ടനെ കണ്ടേ പറ്റൂ. അവന് എന്ത് ധൈര്യം ഉണ്ടെങ്കിലും എന്റെ മക്കൾ അവൻ ചെരുപ്പ് തെക്കാൻ വിട്ടിട്ടുണ്ടാവും. കിഷൻ സായയുടെ ചേട്ടൻ, അതായത് തന്റെ അളിയനെ കാണാനായി ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ദേഷ്യത്തോടെ സംസാരിച്ചു. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നീ ജോലിക്ക് വിടാൻ വേണ്ടി എന്റെ പിള്ളേരെ വിട്ടിട്ടുണ്ടാവും. പിന്നെ എന്റെ ഭാര്യയും. വേറെ എന്ത് ചെയ്യാനാ? എന്റെ അടുത്ത് അത്ര പണവും ഇല്ല. ഇവര് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ദിവസം വാങ്ങിയും കൊടുക്കണ്ടേ? ഇതാണ് നിനക്ക് പ്രശ്നം വെച്ചാൽ നീ ധാരാളമായിട്ട് ഇവരെ നീ കൂട്ടിക്കൊണ്ടു പോയേക്കാം. ഞാൻ എന്റെ ഭാര്യയും കുട്ടികളെയും ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ പോവുകയാണ്. കിഷൻ തന്റെ ഭാര്യയും കുട്ടികളെയും വിളിച്ചുകൊണ്ട് തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ രാംചരൺ കിഷന്റെ വീടും സ്ഥലവും പിടിച്ചടക്കി വെച്ചിരുന്നു. വാ കിഷൻ വാ, എന്റെ പലിശന്റെ കാശും തന്നേക്ക്. അതിനുശേഷം നിന്റെ വീട് നീ എടുത്തേക്ക്. വെറും 2000 ഉറുപ്പിക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെ എന്റെ സ്ഥലം തന്നെ വാങ്ങി വെച്ചിരിക്കുക? 2000 ഉറുപ്പിയല്ല, ഞാൻ നിനക്ക് മൊത്തമായിട്ട് 20,000 ഉറുപ്പിയാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ അത് പലിശയും അസുരം ചേർത്തിട്ട് 1 ലക്ഷം ഉറുപ്പിന്റെ മേലെ പോയിട്ടുണ്ട്. നിനക്കറിയാമോ? പണം തന്നേക്ക്, പിന്നെ നിന്റെ വീടും സ്ഥലം നീ തിരിച്ചു വാങ്ങിച്ചോളൂ. രാംചരൺ കിഷനെ തന്റെ വീട്ടിൽ നിന്നും തന്നെ പുറത്താക്കി. പിന്നെ കിഷൻ തന്റെ കുടുംബത്തോടെ നടു റോട്ടിൽ എത്തിക്കഴിഞ്ഞു. അപ്പോഴാണ് കിഷൻ തന്റെ ഭാര്യ സായയോട് എന്തു പറഞ്ഞെന്നാൽ, നീ ഒന്നിനും വിഷമിക്കണ്ട. ഇപ്പൊ എന്റെ അടുത്ത് ഒരു വഴിയുണ്ട്. നമുക്ക് അത് തന്നെ ചെയ്തേക്കാം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഞാൻ നഗരത്തിലുണ്ടായപ്പോൾ ഞാൻ അവിടെ പിസ്സ ഉണ്ടാക്കുന്ന ജോലി പഠിച്ചിരുന്നു. ഇപ്പൊ നമ്മൾ ആ ഗ്രാമത്തിനടുത്തുള്ള സ്ഥലത്തിൽ ഞാൻ ഹൈവേയിൽ തുറക്കാൻ പോവുകയാണ്. പിസ്സ വിൽക്കാൻ പോവുകയാണ്. എന്ത്? നേരാണോ? നിങ്ങൾ ശരിക്കും പിസ്സ കട തുടങ്ങാൻ പോവുകയാണോ? നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. ഇതുപോലെ എന്തെങ്കിലും ചെയ്യാനാണ് ഞാനും ഒരുപാട് ദിവസമായി ആഗ്രഹിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ കട നോക്കിക്കൊള്ളാം. പിന്നെ കട നടത്താനുള്ള കഴിവ് എനിക്കുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. കിഷനും സായയും ഹൈവേയിൽ ഒരു ചെറിയ സ്ഥലത്ത് ഒരു ചെറിയ പിസ്സ കട തുടങ്ങി. പിന്നെ അതിനവർ പേര് വെച്ചു പിസ്സ എക്സ്പ്രസ് ഹൈവേ. കുറച്ചു ദിവസത്തിൽ ആ കടയും നല്ല രീതിയിൽ പോയി. പിന്നെ ആ കടയിൽ ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങി. നീ തന്നെ കണ്ടതല്ലേ, ഞാൻ പറഞ്ഞതല്ലേ നമ്മൾ തീർച്ചയായിട്ടും മുന്നേറുമെന്ന്. നമ്മൾ കഷ്ടപ്പെട്ട് നേർമയായിട്ട് അധ്വാനിച്ചാൽ മതി. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പൊ കുട്ടികളും സ്കൂളിലേക്ക് പോകും. നമ്മൾ അവർക്ക് നല്ല തുണികളും നല്ല സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കാം. ഒരു വശത്തെ കിഷന്റെ വീട്ടിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു. മറ്റൊരു വശത്തെ രാംചരൺ കിഷന്റെ വളർച്ച കണ്ട് അസൂയപ്പെടാൻ തുടങ്ങി. രാംചരൺ എന്തു തീരുമാനിച്ചെന്നാൽ, ആ കിഷൻ എന്താ ഇത്രയും നേരത്തെ വലിയ ആളായല്ലോ, ഇനി എന്നെ കൊണ്ട് അതൊന്നും കാണാൻ പറ്റില്ല. നാളെ തന്നെ അവൻ പണവും തന്നിട്ട് അവന്റെ വീടും സ്ഥലം വാങ്ങിച്ചിട്ട് പോയാലും പോവുമല്ലോ. മുതലാളി, നിങ്ങളാണ് ആവശ്യമില്ലാതെ പേടിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ അവന്റെ കട അടിച്ചു പൊട്ടിച്ചാൽ മതി. വേറെ എന്ത് ചെയ്യാനാ? ഇന്ന് രാത്രി പോയിട്ട് അവന്റെ കട ഞങ്ങൾ അടിച്ചു പൊട്ടിച്ചേക്കാം. ഏട്ടാ, നിങ്ങളുടെ കൈവശം കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? ഞാൻ കഴിച്ചിട്ട് ഒരുപാട് ദിവസമായി ഏട്ടാ. വരൂ സഹോദരി, നിങ്ങൾ കടയിലകത്തേക്ക് വരൂ. വന്ന് പിസ്സ കഴിക്കൂ. സായ തന്റെ കൈകൊണ്ട് ആ ഭംഗിയുള്ള പെണ്ണിന് ഒരു പിസ്സ കൊടുത്തു. അല്ല, കൊള്ളാലോ, ഈ പിസ്സ നല്ല രുചിയായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നൽകാൻ എന്റെ കയ്യിൽ കാശില്ലല്ലോ. എന്റെ ഭാര്യ നിങ്ങളെ അനിയത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ നിങ്ങളുടെ കുടുംബമായിട്ടുണ്ട്. നിങ്ങൾ പണത്തിനെ പറ്റി ഒന്നും വിഷമിക്കണ്ട. നിങ്ങൾ വയറ് നിറയെ കഴിച്ചോളൂ. കിഷൻ ഇങ്ങനെ പറഞ്ഞതും തന്നെ ആ ഭംഗിയുള്ള പെണ്ണ് ഒരു ദേവതയുടെ രൂപത്തിൽ മാറി. എന്നിട്ട് അവരോട് എന്തു പറഞ്ഞെന്നാൽ, ചായ, കിഷൻ, നിങ്ങൾ രണ്ടുപേരും എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കണം. ഞാനൊരു മാന്ത്രിക ദേവതയാണ്. നിന്റെ ഈ സ്നേഹവും നല്ല മനസ്സും എന്റെ മനസ്സ് മാറ്റിമറിച്ചിരിക്കുന്നു.
ഇനി നീ എങ്ങനെ പീസ ചെയ്താലും അത് വലിയ പീസയായി മാറുന്നതായിരിക്കും. പിന്നെ ഒരു പീസ കഴിച്ച ഉടനെ എല്ലാവരുടെ വയറും നിറയുന്നതായിരിക്കും. നിന്റെ കടയ്ക്ക് ആരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കൂ. ഇങ്ങനെ പറഞ്ഞിട്ട് ആ ദേവത അവിടെ നിന്നും മാഞ്ഞു. കിഷനും സായിയും ആ ദേവതയുടെ ആശീർവാദം കൊണ്ട് ഒരുപാട് സന്തോഷിച്ചു. നടുരാത്രി രാംചരൺ ചില റൗഡികളെ വിളിച്ചുകൊണ്ട് കിഷന്റെ കടയിലേക്ക് ചെന്നു. പോയിട്ട് അവന്റെ കട നിങ്ങൾ ഹൈവേയിൽ നിന്ന് അടിച്ചു പൊട്ടിച്ചേക്കേ. നിങ്ങളൊന്നും വിഷമിക്കണ്ട. ആ റൗഡികൾ രണ്ടുപേരും ആ പീസ എക്സ്പ്രസ് ഹൈവേയുടെ അടുത്തേക്ക് ചെന്നതും എതിരിൽ നിന്നും ഒരു മരത്തിന്റെ വിഴുത് വളരെ വേഗത്തിൽ അവരെ നോക്കി വന്നു. പിന്നെ അവരെ അത് പൊക്കിയെടുത്ത് ആ മരത്തിന്റെ മുകളിൽ കൊണ്ടുചെന്നു. രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. ആരെങ്കിലും ഞങ്ങൾ ഇവിടെ വന്നിട്ടൊന്ന് രക്ഷിക്കണേ. അവരുടെ ശബ്ദം കേട്ടതും ആ സ്ഥലത്തേക്ക് കിഷന്റെ കുടുംബം വന്നു. എന്നിട്ട് പറഞ്ഞു, കാണാൻ തന്നെ സന്തോഷമായിരിക്കുന്നു. രാംചരൺ മാമനെ കാണാൻ കുരങ്ങിനെ പോലെയുണ്ട്. അതെ, അവർ നമുക്ക് ചീത്ത വിചാരിച്ചു. അവർക്ക് തന്നെ സംഭവിച്ചു. എന്നോട് ക്ഷമിക്കൂ കിഷൻ, ഞാൻ വല്ലാതെ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എപ്പോഴും നിന്റെ കുടുംബവും ഞാന് ശല്യമേ ചെയ്യാൻ പോകുന്നില്ല. സായന്റെ ചേട്ടന് ഞാനാണ് പണം കൊടുത്തിരുന്നത്. അപ്പോഴല്ലേ നിന്റെ കുടുംബം എപ്പോഴും സന്തോഷമായിട്ടേ ഇല്ലാതിരിക്കാൻ പറ്റുക. നിന്റെ കാരണം കൊണ്ടാണ് എന്റെ കുടുംബം ഇപ്പൊ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടിരുന്നത്. ഞങ്ങൾ അങ്ങനെ എന്ത് പാവാണ് ചെയ്തത്? പോ, നിന്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ നീ തന്നെ നോക്കിക്കോളൂ. കിഷനും ചായയും അവിടെ നിന്നും പോയി. രാംചരണിന് തന്റെ തെറ്റുകൾ മനസ്സിലാകാൻ തുടങ്ങി. ആ മരം അവരെ താഴേക്ക് ഇറക്കി വിട്ടു. അന്നു മുതൽ കിഷൻ തന്റെ പീസ എക്സ്പ്രസ് ഹൈവേയെ വളരെ നല്ല രീതിയിൽ നടത്തി വന്നു. പിന്നെ സന്തോഷകരമായ ജീവിതം അവർ നയിച്ചു വന്നു. ജയ്സൽമീർ എന്ന സ്ഥലത്ത് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ സമീർ തന്റെ അമ്മയോടൊപ്പം ഒരു കുടിലിൽ ജീവിച്ചുകൊണ്ടിരുന്നു. അവന് തന്റെ അച്ഛനെ നഷ്ടപ്പെട്ടതിനു ശേഷം അവൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. കാലം പോകുന്തോറും സമീർ മെല്ലെ മെല്ലെ വളരാനും തുടങ്ങി. സമീർ ഇപ്പോൾ 15 വയസ്സായ പയ്യനായതും, അമ്മേ, ഈ ലോകത്ത് നമുക്ക് വേറെ ആരുമില്ലേ? നമ്മളെ കാണാൻ ഒരു ബന്ധുക്കളും വരുന്നില്ല. ആരും നമ്മളെ വിളിക്കുന്നുമില്ല. മോനെ, ഇരിക്കാനായി ഒരുപാട് പേരുണ്ട്. പക്ഷെ അതൊക്കെ വെറും പറയാൻ മാത്രം. എല്ലാവരും പറയുന്ന പോലെ സന്തോഷത്തിൽ എല്ലാവരും ഉണ്ടാകും, പക്ഷെ കഷ്ടത്തിൽ ആരും ഉണ്ടാകില്ല. അമ്മേ, എന്റെ എല്ലാ ഫ്രണ്ട്സും പറയും എനിക്ക് ഈ ലോകത്തിൽ ആരുമില്ലെന്ന്. നീ ഒരു അനാഥയാണെന്ന്. ഇല്ല മോനെ, നിനക്ക് വേണ്ടി ഞാനില്ലേ. നീ വിഷമിക്കണ്ട. നമുക്ക് നല്ല കാലം പെട്ടെന്ന് തന്നെ വരും. അപ്പൊ നീ അവർക്ക് തീർച്ചയായും മറുപടിയും പറയും. അതെ അമ്മേ, അമ്മ പറഞ്ഞത് ശരിയാ. ചമ്പ വീടുകളിൽ പണിയെടുത്ത് 2 നേരത്തെ ഭക്ഷണമാണ് സമ്പാദിക്കുന്നത്. സമീർ ഇത് കണ്ട് ഒരുപാടധികം കഷ്ടപ്പെടും. പിന്നെ ഒരു ദിവസം അവൻ നദിക്കരയിലിരുന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് അവൻ വഞ്ചിയിൽ യാത്ര ചെയ്യുന്നവരെ കണ്ടത്. അപ്പൊ അവനും ഈ ജോലി ചെയ്ത് പൈസ സമ്പാദിക്കണമെന്ന് കരുതി. അങ്കിൾ, എനിക്കും ഈ വഞ്ചി തുഴയണം. കുറച്ച് പണമുണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ പുതിയ വഞ്ചി വാങ്ങി തുഴയും മോനെ. അങ്കിൾ, ഈ വഞ്ചി വാങ്ങാൻ എത്ര രൂപ ചിലവ് വരും? ഒരുപാടൊന്നും ആകില്ല മോനെ, ഒരു 20,000 രൂപയാകും. നീ വാങ്ങ്. അങ്കിൾ, ഈ വില വളരെ കൂടുതലാണ്. ഇത്രയും പണം ഞാൻ എവിടെ നിന്നുണ്ടാക്കും? താങ്കൾ എന്നെ സഹായിക്കാമോ? താങ്കളുടെ വഞ്ചിയിൽ തന്നെ ഞാൻ കുറച്ചുനാൾ ജോലി ചെയ്യാം. അങ്ങനെ പണമൊക്കെ കൂട്ടിവെച്ച് ഞാൻ സ്വന്തമായി വഞ്ചി വാങ്ങാം. സമീർ ഇങ്ങനെ പറഞ്ഞതും ആ വഞ്ചി ഓടിക്കുന്ന ആൾ ഒരുപക്ഷെ സമീറിനെ പഠിപ്പിച്ചാൽ അവന്റെ വ്യാപാരത്തിന് നഷ്ടം വരുമെന്ന് കരുതി. അതുമല്ലാതെ അവനൊരു ചെറുപ്പക്കാരൻ. അവൻ വളരെ പെട്ടെന്ന് പണിയെടുത്ത് ഒരുപാട് പൈസ സമ്പാദിക്കും. പിന്നെ എന്റെ വഞ്ചിയിൽ ആരും കയറില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നീ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയാ. നിനക്ക് തുഴയാൻ പറ്റില്ല. അതിന് ആദ്യം നീ നീന്തൽ പഠിക്കണം. അതുവരെ വേറെ ജോലി നോക്ക്. അതോടൊപ്പം വഞ്ചി വാങ്ങാനും ശേഖരിക്കേ. ശരി അങ്കിൾ. സമീർ അയാൾ പറയുന്നത് കേട്ട് വീട്ടിലേക്ക് പോയി. പിന്നെ അടുത്ത ദിവസം തന്റെ ഫ്രണ്ട്സിനോട് എല്ലാ കാര്യവും പറഞ്ഞു. അവൻ തന്റെ വീട്ടിലെ അവസ്ഥയെക്കുറിച്ചും പറഞ്ഞു. അവൻ തന്റെ കൂട്ടുകാരോട് എന്തെങ്കിലും ജോലിയുണ്ടോ എന്നും അന്വേഷിച്ചു. അപ്പൊ രൂപേഷ് എന്ന പയ്യൻ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ നോക്ക്, ഒരു ഈസിയായ ജോലിയുണ്ട്. വരുന്ന ടൂറിസ്റ്റുകളോട് ഈ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ആ ജോലി നല്ല ഈസിയാണോ?
അതെ, ഞാൻ പറഞ്ഞത് സത്യമാ. എന്റെ ചേട്ടനും ഈ ജോലിയാണ് ചെയ്യുന്നത്. വാ, ചേട്ടന് ഞാൻ കാണിച്ചു തരാം. ജോലി മനസ്സിലാക്കി നീ അത് ചെയ്യ്. സമീർ ഉടനെ ചെന്ന് രൂപേഷിന്റെ ഫ്രണ്ടിനെ കണ്ടു. അവൻ ആ പയ്യൻ പറഞ്ഞുകൊടുത്ത ജോലി പഠിച്ച് അത് തന്നെ ചെയ്യാൻ തുടങ്ങി. സമീർ ജോലിക്ക് പോകുന്നത് കൊണ്ട് അവന്റെ വീട്ടിലെ അവസ്ഥയും ഇപ്പോൾ ഭേദമായി. പിന്നെ അവൻ അവന്റെ അച്ഛന്റെ വരണ്ടുപോയ ഭൂമിയിൽ അവന്റെ അമ്മയോടൊപ്പം ചേർന്ന് ധാന്യങ്ങളും വിതച്ചു. ഈ ജോലിയിൽ എന്നെയും കൂടെ കൂട്ടിയതിന് നിനക്ക് ഒരുപാട് നന്ദി. ഇതിലൂടെ എനിക്ക് എന്റെ കുടുംബത്തിനെ നോക്കാൻ പറ്റുന്നുണ്ട്. അയ്യോ, കൂട്ടുകാരെയൊക്കെ ജോലിക്ക് കയറ്റിയതിന് എന്തിനാ താങ്ക്സ് ഒക്കെ? താങ്ക്സ് ഒന്നും പറയണ്ട. മോനെ, ഇതാ അരിമാവ് കൊണ്ടുണ്ടാക്കിയ സമൂസ റെഡിയായി. കുറച്ചിത് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് പറ. അതെ ആന്റി, അതെ, ഞാൻ പറയാം. രൂപേഷ് ചമ്പ ചെയ്ത സമൂസ കഴിച്ചു. ആ സമൂസ കഴിച്ചു കഴിഞ്ഞും അവൻ വിരലുകൾ നക്കിക്കൊണ്ടേയിരുന്നു. പിന്നെ ഒരുപാട് തവണ ചോദിച്ചു വാങ്ങിയ സമൂസ കഴിച്ചു. അതോടൊപ്പം പറഞ്ഞു, ആന്റി, സമൂസ നല്ല രുചിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു സമൂസ, അതും അരി കൊണ്ടുണ്ടാക്കിയത് കഴിച്ചിട്ടേ ഇല്ല. അതെ അതെ, എന്റെ അമ്മയുടെ കയ്യിൽ മാജിക് ഉണ്ട്. ആന്റി, ഞാൻ പോയിട്ട് വരാം. ആന്റി എന്നും ഇനി ഇതുപോലെയുള്ള സമൂസ എനിക്ക് ഉണ്ടാക്കി തരണം കേട്ടോ. ശരി മോനെ, തീർച്ചയായും. പിന്നെ അടുത്ത ദിവസം അവൻ ജോലിക്ക് പോയപ്പോൾ അവിടെ ചുറ്റിക്കാണാൻ വന്ന ടൂറിസ്റ്റിന് ഒരുപാട് വിശന്നു. അവൻ സമീറിനോട് ഹോട്ടലിനെ കുറിച്ച് അന്വേഷിച്ചു. സമീർ അദ്ദേഹത്തെ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. അവിടെ മുഴുവനും അരി കൊണ്ടുണ്ടാക്കിയ ഐറ്റംസ് ആയിരുന്നു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടതേയില്ല. അപ്പ ടൂറിസ്റ്റ് പറഞ്ഞു, ഹേ മാൻ, തനിക്ക് ഞങ്ങളെ നല്ല ഫുഡ് കിട്ടുന്ന ഇടത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്ക് അരി കൊണ്ടുള്ള സിമ്പിൾ ഫുഡാണ് കഴിക്കേണ്ടത്. സമീറിന് സമോസയെ കുറിച്ച് ഓർമ്മ വന്നു. അവൻ ഉടനെ അമ്മയെ ഫോൺ വിളിച്ച് സമോസയും ചട്നിയും തയ്യാറാക്കി വെക്കാൻ പറഞ്ഞു. അമ്മേ, ഞാൻ 2-3 പേരെ വിളിച്ചുകൊണ്ട് വരാം. അമ്മ സമൂസ ഉണ്ടാക്കി വെക്കണം. സമീർ പറഞ്ഞതുപോലെ അവന്റെ അമ്മ അരിമാവ് കൊണ്ടുണ്ടാക്കിയ സമൂസ റെഡിയാക്കി. പിന്നെ അത് വളരെ ഭംഗിയായി തന്നെ റെഡിയാക്കുകയും ചെയ്തു. അപ്പോഴാണ് സമീർ ടൂറിസ്റ്റിനോടൊപ്പം അവിടേക്ക് വന്നത്. അവന്റെ അമ്മ അവർക്ക് സമൂസകൾ കൊടുത്തു. നീ ഞങ്ങളെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത്? ഞങ്ങൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇരുന്ന് കഴിക്കാറേ ഇല്ല. സോറി സാർ, നിങ്ങൾ ഒന്നോർത്തും വിഷമിക്കണ്ട. ഇത് എന്റെ വീടാണ്. നിങ്ങൾ ഒരു തവണ എന്റെ അമ്മയുണ്ടാക്കിയ സമൂസ കഴിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്നും പറയില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഏറ്റു. ആ അതെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പൈസ തന്നാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൈസ തരേണ്ട ആവശ്യവുമില്ല. ഓക്കെ, നിങ്ങൾ ഇത്രയും പറയുന്നത് കൊണ്ട് ഞാൻ ഇത് കഴിക്കാം. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. സമീറും ചമ്പയും പറഞ്ഞത് കേട്ട് ആ ടൂറിസ്റ്റ് സമൂസകൾ കഴിച്ചു. പിന്നെ ആ സമൂസകൾ ആ പ്ലേറ്റിലുണ്ടായിരുന്ന 2 ചട്നിയോടൊപ്പവും കഴിച്ചു. അത് കഴിച്ചതും അവർ വളരെ സന്തോഷപ്പെട്ടു. അവർ വീണ്ടും ഒരുപാട് സമൂസകൾ കഴിച്ചു. വാവ്, വാട്ട് എ ഓസം സമൂസ. യാ, ഡെഫിനറ്റ്ലി, നീ പറഞ്ഞത് സത്യമാണ്. അവർ സമൂസകൾ കഴിച്ച് അവരെ അഭിനന്ദിച്ചു. പിന്നെ സമൂസയ്ക്കായ ചിലവിനേക്കാളും ഒരുപാട് പൈസ കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഒരു സമൂസ കട ഉണ്ടാക്കൂ. നിങ്ങൾക്ക് നല്ല ഇൻകം ഉണ്ടാക്കാം. ഉറപ്പായും സാർ, ഉറപ്പായും. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ആ ടൂറിസ്റ്റ് പറഞ്ഞത് മനസ്സിൽ ചിന്തിച്ച് സമീറിന്റെ അമ്മയും ചേർന്ന് ഒരു സമൂസ വ്യാപാരം തുടങ്ങി. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ കട ഫേമസ് ആവുകയും ചെയ്തു. അവിടെ ചുറ്റുമുള്ളവർക്കും പിന്നെ ടൂറിസ്റ്റിന് പോലും അവരുടെ സമൂസ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മേ, അമ്മ ഡിസൈൻ ചെയ്ത ആ റിംഗ് റോൾ സമൂസ ഒരുപാട് ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട്. ഇങ്ങനെ പുതിയ പുതിയ ഡിസൈൻസിൽ സമൂസ ഉണ്ടാക്കൂ. ഇത് കാരണം ജനങ്ങൾ നമ്മുടെ കടയിൽ വന്ന് ഒരുപാട് കഴിക്കും. സമീർ പറഞ്ഞതുകൊണ്ട് അവന്റെ അമ്മ ഒരുപാട് ഡിസൈനുകൾ സമൂസ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് അതിന് വളരെ ഡിമാൻഡും കൂടിയിരുന്നു. അതുണ്ടാക്കാൻ വേണ്ടി അവർ ഒരുപാട് പേരെ പണിക്കും നിർത്തി. ഇപ്പൊ അവരുടെ സമൂസ വളരെ ദൂരങ്ങൾക്ക് പോലും പോകുമായിരുന്നു. ഇപ്പൊ അവർക്ക് ഒരുപാട് വരുമാനവും കിട്ടി തുടങ്ങി. ഇതറിഞ്ഞുകൊണ്ട് മീഡിയക്കാരും വന്ന് അവരുടെ ഇന്റർവ്യൂ എടുത്തു. അതുകൊണ്ട് അവർ നാട് മൊത്തം വളരെ ഫേമസ് ആയി. ഇത് കണ്ട് അവരുടെ ബന്ധുക്കൾ പോലും അവരുടെ ബന്ധം കൂടാൻ വന്നു. സമീർ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് എല്ലാവരോടൊപ്പവും ഒരുമിച്ചു. പാഠം: സുഖത്തിൽ എല്ലാവരും ഉണ്ടാകും, പക്ഷെ ദുഃഖത്തിൽ ആരും ഉണ്ടാകില്ല.